ഹലോ. ഓടിവാ കണ്ണാ, ചാടിവാ മുന്നേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി വിമർശിച്ചു. രമേശ് പിഷാരടി പറഞ്ഞു, അഖിൽ മാരാർ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിന് മറുപടി ഒന്നും പറയണ്ട. 1.5 കൊല്ലം കഴിഞ്ഞു അതേ അഭിപ്രായമാണെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ മതി. അസാധ്യ തഗ്ഗായി പോയില്ലേ? എടാ, ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നാടാ. എടാ, അമ്മാതിരി കഥ അവന്മാർ അടിച്ചിറക്കുന്നത്. ഏയ്, അതൊരു തഗ്ഗൊന്നുമല്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് പുള്ളിക്ക് ഇപ്പം ഭയങ്കര പേടിയായി തുടങ്ങി. ഡയലോഗ് അടിക്കാൻ സ്റ്റേജ് അല്ല, പബ്ലിക് റോഡാ. പബ്ലിക് റോഡും പെട്രോൾ ബങ്കും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോൾരാജ്. കോൺഗ്രസ്സുകാരല്ലേ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ അവിടെ മത്സരിക്കേണ്ടത്? രമേശ് പിഷാരടിയോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ 2020 വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലോ അഖിൽ മാരാർ ഇവിടെ കാൻഡിഡേറ്റ് ആയത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. 2020 എനിക്ക് വരെ മറ്റൊരാളുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഉറപ്പായിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് എനിക്ക് കുഴപ്പമില്ല. അതിൽ ഞാൻ കോൺഗ്രസ്. ഇതാണ് നിന്റെ കുഴപ്പം. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. അഖിൽ മാരാർ എപ്പോഴും അഭിപ്രായം മാറ്റും, ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതാണോ ഇറങ്ങി വോട്ട് പിടിക്കുന്നതാണോ കൂടുതൽ ടഫ്? അതെ, നല്ല വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പ്രൗഢിയില്ലേ? അല്ല, ഇതായിരുന്നല്ലോ ജീവിതം. ഇവിടെ ആ ജീവിതത്തിൽ നിന്നാലും അങ്ങോട്ട് പോയത്. അവിടെ ജയിക്കാൻ കഴിഞ്ഞത് ഈ ജീവിതം ഉണ്ടായതുകൊണ്ടാണ്. 4 ആള് കൂടുന്നിടത്ത് ഇറങ്ങിയെന്ന് പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ നിന്നെ കൊണ്ട് വല്ലതിനും കൊള്ളാവോ? ബിഗ് ബോസിലാകുമ്പോൾ ഞാൻ അഖിൽ മാരാർക്ക് ഇഷ്ടം പോലെ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യില്ല, ഇലക്ഷന് വോട്ട് ചെയ്യില്ല. പൊതുവെ അഖിലിന്റെ ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ അഖിലിന് ആളുകൾക്ക് ഇഷ്ടമാണ്. ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ബ്ലോക്ക് പഞ്ചായത്തില് അന്ന് കോൺഗ്രസ് ആയിരുന്നേ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ദിസ് ഈസ് മൈ ഫൈനൽ ചാൻസ്. കേറി സ്കോർ ചെയ്തേ പറ്റൂ. അല്ല, ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. കോൺഗ്രസിന്റെ പഴയ യൂത്ത് കോൺഗ്രസിന്റെ പഴയ ഭാരവാഹിയല്ലേ? നോ ഡബിൾ മീനിങ്. എൻജോയ്. അഖിൽ കോട്ടാതല മാറി അഖിൽ മാരാറൊക്കെ ആയിട്ട് മറ്റേ എന്താ പറയാ, നന്ദഗോപാൽ മാരാർ ഇറങ്ങിയ പോലെ കേരളം ഒരു ഭീകര സ്ഥലം തന്നെ അല്ലേ? മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. അങ്ങനെ താണിരിക്കാൻ വേണ്ടി ഇവിടെ ജനങ്ങൾ ഏതോ ഒരു ഫ്ലാറ്റിന്റെ കോണിൽ നിന്ന് ഈ നിമിഷവും 4 പേര് സംസാരിക്കുന്നുണ്ട്. ആ അഖിൽ കൊള്ളാമല്ലോ, ആ പയ്യന് നമുക്ക് വോട്ട് കൊടുക്കാം. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.